ദിവസവും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചാർജർ എസിയെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ അത് അത്ര ലളിതമല്ല. ആദ്യം ഇത് എസിയെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു, പിന്നീട് വീണ്ടും എസിയിലേക്ക്, ഒടുവിൽ ഡിസിയിലേക്ക്. ഇന്ന് ചാർജർ ഇത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഘട്ടങ്ങൾ ഉള്ളത്? 220 വോൾട്ട് എസിയെ 5 വോൾട്ട് ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു സാധാരണ ചാർജറാണിത്. ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഘടകങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഡയോഡുകൾ, കപ്പാസിറ്ററുകൾ, ട്രാൻസിസ്റ്ററുകൾ, റെസിസ്റ്റർ എന്നിവയുണ്ട്. പിസിബിക്ക് താഴെ റെസിസ്റ്ററുകളും ഉണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമറാണ്. ഇത് ഒരു ഒപ്റ്റൂപ്ലറാണ്. വൈദ്യുതി വിതരണം ചെയ്തു കഴിഞ്ഞാൽ അത് ഓണാകും. ഇത് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് സർക്യൂട്ട് പുനഃക്രമീകരിക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാ ഘടകങ്ങളും കണക്ഷനുകളും കാണാൻ കഴിയും. ഈ ചുവന്ന വയർ പേസ് വയറാണ്, കറുപ്പ് ന്യൂട്രൽ ആണ്. ആദ്യം നമുക്ക് ഒരു റെസിസ്റ്റർ ഉണ്ട്. കളർ ബാൻഡുകളും റഫറൻസ് ടേബിളും നിരീക്ഷിച്ചാൽ ഇത് 260 കിലോ ഓംസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഓവർലോഡിംഗിൽ നിന്നുള്ള കേടുപാടുകൾ തടയുന്ന ഒരു ഫ്യൂസിബിൾ റെസിസ്റ്ററാണിത്. പിന്നെ 41N4007 ഡയോഡുകളും 450 വോൾട്ടുകളുടെയും 2.2 മൈക്രോഫാരഡിന്റെയും ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഈ സർക്യൂട്ട് എസിയെ ഡിസി ആക്കി മാറ്റുന്നു. ഇതൊരു ഓസിലേറ്റർ സർക്യൂട്ടാണ്. ഇത് ഡിസിയെ 15 മുതൽ 50 കോഹെർട്സ് വരെയുള്ള ഉയർന്ന ഫ്രീക്വൻസി എസി ആക്കി മാറ്റുന്നു. ഘടകങ്ങളുടെ മൂല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ട്രാൻസിസ്റ്റർ S8050. ഇതാണ് അതിന്റെ പിൻ കോൺഫിഗറേഷൻ. ഇതാണ് ട്രാൻസിസ്റ്റർ 13001. ഇതാണ് അതിന്റെ പിൻ കോൺഫിഗറേഷൻ. ഇതൊരു ഡയോഡാണ്. ഇത് സെനർ ഡയോഡ് പോലെ കാണപ്പെടുന്നു, പക്ഷേ ഇത് ഒരു ഫാസ്റ്റ് സ്വിച്ചിംഗ് ഡയോഡ് 1N4148ഉം 50 വോൾട്ട് 22 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്ററുമാണ്. ഒപ്റ്റൂപ്ലറിലെ ഫോട്ടോ ട്രാൻസിസ്റ്ററിനുള്ള ഒരു AC ടു DC കൺവെർട്ടറാണിത്. ഇത് ഇതുപോലുള്ള ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നു. ഇതാണ് ട്രാൻസ്ഫോർമർ. ഇതിന് കോറിന് ചുറ്റും പൊതിഞ്ഞ പ്രൈമറി, സെക്കൻഡറി, ഓക്സിലറി വൈൻഡിംഗ് എന്നിങ്ങനെ 3 വിൻഡിങ്ങുകൾ ഉണ്ട്. വോൾട്ടേജ് കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഓസിലേറ്റർ സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാൻ ഓക്സിലറി വൈൻഡിംഗ് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്ക് 10 വോൾട്ട് 470 മൈക്രോഫാരഡ് കപ്പാസിറ്ററുള്ള ഒരു ഷോർട്ട്കീ ഡയോഡ് 1N5819 ഉണ്ട്. അതിൽ എസിയെ ഡിസി ആക്കി മാറ്റാൻ കഴിയും. കൂടാതെ സൂചനയ്ക്കായി ഒരു LEDയും ഉണ്ട്. കൂടാതെ ഒരു ഓപ്റ്റോഅപ്പല PC817Cയും 4.2 വോൾട്ട് സെന ഡയോഡും അടങ്ങുന്ന ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ട്. ഇതൊരു ഓപ്റ്റോഅപ്പലയാണ്. കോണ്ടാക്ട് ഇല്ലാതെ സിഗ്നൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. വലതുവശത്ത് ഒരു ഇൻഫ്രാറെഡ് LED ഉണ്ട്. ഇടതുവശത്ത് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഉണ്ട്. LED അതിന്റെ ലൈറ്റ് ഓണാക്കുമ്പോൾ ഫോട്ടോ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ തിരിയുന്നു, അത് ഓണാക്കുന്നു. സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ കപ്പാസിറ്റർ 102 നാനോ ഫാരഡിൻ്റെതാണ്. വൈദ്യുതകാന്തിക ഇടപെടൽ നിർത്താൻ ഇത് പ്രാഥമിക, ദ്വിതീയ ഗ്രൗണ്ടുകൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. നമുക്കത് ഓണാക്കി പ്രവർത്തനത്തിൽ നോക്കാം. പച്ച വയറുകൾ പോസിറ്റീവ് വോൾട്ടേജും നീല വയറുകൾ നെഗറ്റീവ് വോൾട്ടേജോ ഗ്രൗണ്ടോ വഹിക്കുന്നു. കൂടാതെ ഗ്രാഫുകളിൽ സർക്യൂട്ടിലെ വോൾട്ടേജ് നമുക്ക് കാണാൻ കഴിയും. 220 വോൾട്ട് 50 ഹെർട്സ് എസിയുടെ ഇൻപുട്ട് നമുക്കുണ്ട്. ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇത് എസിയെ ചാഞ്ചാട്ടമുള്ള DC ആക്കി മാറ്റുന്നു. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ഈ ചാഞ്ചാട്ടമുള്ള DC കപ്പാസിറ്ററിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഏതാണ്ട് ശുദ്ധമായ DC ആയി മാറുന്നു. സർക്യൂട്ടിൽ DC ആയി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ കറന്റ് 2 മെഗാ ഓം റെസിസ്റ്ററിൽ നിന്ന് T1ന്റെ ബേസിലേക്ക് കടന്നുപോകുന്നു, അത് ഓണാക്കുന്നു. പ്രതിരോധം കാരണം ഈ ട്രാൻസിസ്റ്റർ പൂർണ്ണമായും ഓണാകുന്നില്ല. ഇത് ഭാഗികമായി ഓണാകുന്നു. ട്രാൻസിസ്റ്റർ ഭാഗികമായി ഓണാകുന്നതിനാൽ ട്രാൻസ്ഫോർമറിന്റെ പ്രാഥമിക വൈൻഡിംഗിൽ നിന്ന് ഒരു കുറഞ്ഞ കറന്റ് കടന്നുപോകുന്നു. ഇത് സഹായ വിൻഡിംഗിൽ കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടാക്കുന്നു. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു. തുടർന്ന് കപ്പാസിറ്റർ പൂർണ്ണമായും ട്രാൻസിസ്റ്ററിനെ ഓണാക്കുന്നു. ട്രാൻസിസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായും ഓണാകുമ്പോൾ അത് സ്വയം കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു. ഇപ്പോൾ ഇത് ട്രാൻസിസ്റ്റർ T2 ഓണാക്കുന്നു. ഇത് T1 ഓഫ് ചെയ്യുന്നതിന്റെ ബേസിനെ ഷണ്ട് ചെയ്യുന്നു. T1 ഓഫാകുമ്പോൾ T2ലേക്കുള്ള കറന്റിന്റെ ഒഴുക്ക് വിച്ഛേദിക്കപ്പെടുന്നു. ഇപ്പോൾ കറന്റ് T1ന്റെ ബേസിലേക്ക് ഒഴുകുകയും സൈക്കിൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് 15 മുതൽ 50 കോഹെർട്സിൽ സംഭവിക്കുന്നു. ഇത് റെക്ടിഫയർ സർക്യൂട്ടിനേക്കാൾ 1000 മടങ്ങ് വേഗതയുള്ളതാണ്. അതിനാൽ റെക്ടിഫയർ സർക്യൂട്ട് നിർത്തിയതായി നിങ്ങൾ കാണും. അതേസമയം ഓക്സിലറിയിൽ നിന്നുള്ള വോൾട്ടേജ് ഡയോഡ് ഓണാക്കുകയും കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഒപ്റ്റൂപ്ലറിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഈ ഡയോഡും കപ്പാസിറ്ററും ഒപ്റ്റൂപ്ലറിനുള്ള എസിയെ ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ദ്വിതീയ വിൻഡിംഗിലും വൈദ്യുതധാര പ്രചോദിപ്പിക്കപ്പെടുന്നു. ഇത് ഒരു ഷോർട്ട്കീ ഡയോഡും ഒരു ഫിൽട്ടർ കപ്പാസിറ്ററും ഉപയോഗിച്ച് ഡിസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഇത് LED സൂചിപ്പിക്കുന്നു. എന്നാൽ വോൾട്ടേജ് 5 വോൾട്ടിൽ കൂടുതലാണെങ്കിലോ?
അതിനാൽ നമുക്ക് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്. നമ്മൾ 4.2 വോൾട്ടിൽ എത്തുമ്പോൾ സെനർ ഡയോഡ് ഒക്ടൂപ്ലറിലേക്ക് കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു. ഇത് വോൾട്ടേജിൽ 4.2 വോൾട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒക്ടൂപ്ലറിന്റെ LED ഓണാകുന്നില്ല. LED ഓണാകാൻ 0.8 വോൾട്ട് ആവശ്യമാണ്. വോൾട്ടേജ് 5 വോൾട്ടിൽ കൂടുതൽ എത്തുമ്പോൾ ഇത് ഒക്ടൂപ്ലറിന്റെ LED ഓണാകുന്നു. LEDയുടെ പ്രകാശം ഒക്ടൂപ്ലറിന്റെ ഫോട്ടോ ട്രാൻസിസ്റ്ററിൽ തിരിയുന്നു. ഇത് ട്രാൻസിസ്റ്റർ T2ലേക്ക് കറന്റ് ഒഴുകാൻ അനുവദിക്കുന്നു. ഇത് ട്രാൻസിസ്റ്റർ T2 ഓണാക്കുന്നു. ആദ്യത്തേത് ഷണ്ട് ചെയ്യുകയും പ്രൈമറി വിൻഡിംഗിലെ കറന്റ് ഒഴുക്ക് നിർത്തുകയും ചെയ്യുന്നു. ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി വശത്തുള്ള വോൾട്ടേജ് 5 വോൾട്ടിൽ താഴെയാകുമ്പോൾ സീനർ ഡയോഡും ഒക്ടൂപ്ലറും ഓഫാകുകയും സർക്യൂട്ട് തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് നേരിട്ട് AC DCയിലേക്ക് പരിവർത്തനം ചെയ്തുകൂടാ? കാരണം 50 ഹെർട്സിൽ ഉള്ള സാധാരണ വൈദ്യുതി വിതരണത്തിൽ ട്രാൻസ്ഫോർമറിന്റെ വലുപ്പവും കപ്പാസിറ്ററുകളും വലുതാണ്. അവ ഇതുപോലുള്ള ഒരു ചെറിയ ചാർജറിൽ ഘടിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ചാർജറിൽ 50 ഹെർട്സ് ഫ്രീക്വൻസി 50 കോഹെർട്സായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് സർക്യൂട്ടിൽ ആവശ്യമായ ട്രാൻസ്ഫോർമറിന്റെയും കപ്പാസിറ്ററിന്റെയും വലുപ്പം കുറയ്ക്കുന്നു.